ഹലോ ഗൈസ്, ഇന്നൊരു ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചട്നി നമുക്ക് 4-5 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ അത് നമുക്ക് ചപ്പാത്തി, പൂരി, പൊറോട്ട, ഇഡ്ഡലി, ദോശ, അതുപോലെ ചോറ്, ഇതിനെല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ടൊമാറ്റോ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 3 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അളവ് കൂട്ടുന്നതനുസരിച്ച് ഈ അളവുകളൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ. അതിനകത്ത് പാകത്തിന് ഉപ്പ്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇത് കുക്കറിലിട്ട് 2 ഹൈ ഫ്ലെയിമിൽ വെള്ളം ഒഴിക്കാതെ വേവിച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ അരച്ച് വയ്ക്കണം മിക്സിക്കകത്ത്. പിന്നെ കടായി അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം വെറുതെ എണ്ണ ഒഴിക്കാതെ പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അതിലത്ത് നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണയാണ് കേട്ടോ അതിൽ ഉപയോഗിക്കുക. കുറച്ച് കായം കൂടെ വറുത്ത് പൊരിച്ചെടുക്കാം, വറുത്ത് മൊരിച്ചെടുക്കാം. പിന്നെ തടുക്ക ഇടാനായിട്ട് അതിനകത്ത് കുറച്ച് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് അതിനകത്ത് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ പൊട്ടുകടല, ഇതെല്ലാം ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ചമ്മന്തി ആയിട്ടാണ്, ചമ്മന്തി പോലെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ പൊട്ടുകടല ഇട്ടത്. പിന്നെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇടണം കേട്ടോ. പിന്നെ ഉണക്കമുളക്, 4 ഉണക്കമുളക്, 3-4 തണ്ട് കറിവേപ്പില. നമ്മൾ ഐറ്റം കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം കൂടുതൽ വേണം കേട്ടോ. വെളുത്തുള്ളി എല്ലാം നല്ലോണം ഇടണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ച ഗ്രേവി, അതായത് ടൊമാറ്റോ വേവിച്ച് അരച്ച് വെച്ച് അതിൽ ചേർക്കുക. പിന്നെ 2 വലിയ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയും കായും കടുകും കൂടെ വറുത്ത് വെച്ച് ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് ശർക്കരയും അലിഞ്ഞു വരുന്നവരെ ഇളക്കി വെള്ളമെല്ലാം നല്ല പോലെ വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു കുഞ്ഞ് ജാറിലാക്കി, ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 5-6 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് ട്രാവലിംഗ് പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ടിഫിനിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂടെയും നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ടും ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അതുവരേക്കും ബായ്.